ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഒന്ന് ഇലക്ട്രിക് ഡൈപോൾ, രണ്ട് പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നിരുന്നു. ഇന്ന് വളരെ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. ഒരു ആറ്റം പറയുകയാണ്, ലെറ്റ്സ് സീ വാട്ട് ആൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഡു ടു മീ. ഒരു ഇലക്ട്രിക് ഫീൽഡിന് എന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാമെന്ന്. ശരി, ആ സാഹചര്യം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ആറ്റത്തിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രം വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് റിവോൾവ് ചെയ്യാനായിട്ട് ഷെല്ലുകളുണ്ട്. ഷെല്ലുകളിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. എക്സാക്റ്റ് നമ്പർ ഇലക്ട്രോൺസ് ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഏറെക്കുറെ കുറച്ചെണ്ണം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് സ്കിമാറ്റിക് ആയിട്ടാണ് ഈ ഡയഗ്രം വരയ്ക്കുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം, ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ് അല്ലേ. ദിസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ഈ ആറ്റത്തിൻ്റെ നെറ്റ് ചാർജ് ഇപ്പോൾ 0 ആണ്. അത് മാത്രമല്ല, നെറ്റ് ചാർജ് 0 ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആറ്റത്തിനുള്ളിൽ ചാർജൊന്നും ഇല്ല എന്നല്ല. ഇതിൻ്റെ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം തുല്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും വന്നാൽ സ്വാഭാവികമായിട്ടും ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാകും എന്ന് നമുക്കറിയാം. ഇനി കുറച്ച് അഡീഷണൽ ഡേറ്റ പറയുകയാണ്, ശ്രദ്ധിച്ചോളുക. ഈ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുകളുടെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഈ പോയിൻ്റ് നമുക്ക് പറയാം. ഇതാണ് ഈ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുകളുടെ സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം. കാരണം ആറ്റം സ്പെറിക്കൽ സിമെട്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂക്ലിയസും ഏറെക്കുറെ സ്പെറിക്കലി സിമെട്രിക് ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്പിയറിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ നമ്മളിത് 2D ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ചാർജുകളുടെ സെൻറ്റർ ഇവിടെയാണ്. ഒപ്പം തന്നെ ഈ ആറ്റത്തിലെ മൊത്തം നെഗറ്റീവ് ചാർജിൻ്റെയും സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതും ഇതേ പോയിൻ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും ഒരേ പോയിൻറ്റിലാണ്. അതുകൊണ്ടും കൂടെയാണ് ഈ ആറ്റം എന്തായത്, ഇലക്ട്രിക്കലി ന്യൂട്രലായത്. ഓക്കെ, ഇത് നോർമൽ കേസ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. വി ആർ ഗോയിങ് ടു അപ്ലൈ എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമ്മളിങ്ങനെ വളരെ ശക്തമായൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് പറയുന്നതിലൂടെ ഞാനൊരു ആരോ ഹെഡ് ഇവിടെ വരച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ പരാമർശിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജുമാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഈ പോയിൻറ്റിലെന്നല്ല, ഈ സൈഡിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജുണ്ട്, ഈ സൈഡിൽ എവിടെയോ ഒരു നെഗറ്റീവ് ചാർജുണ്ട്. അതാണ് ഈ ഫീൽഡ് ലൈൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന പോലെ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിശക്തമായി ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഈ സൈഡിലെ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കിയ പോസിറ്റീവ് ചാർജ് ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളെയെല്ലാം അട്രാക്റ്റ് ചെയ്യും. അതുപോലെ ഈ സൈഡിലെ നെഗറ്റീവ് ചാർജ് ഇതിലെ ഇലക്ട്രോണുകളെല്ലാം റിപ്പല് ചെയ്യുകയും ചെയ്യും. സോ ഇൻഫാക്റ്റ് ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് അല്പം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ ഈ നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുകയും ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അല്പം ഡീഫോംഡ് ആയിട്ടുണ്ടാവും. ഇത് ന്യൂക്ലിയസ്. ഇത്തവണ ഈ ഷെല്ലുകളൊക്കെ അല്പം ഒന്ന് ഡീഫോം ചെയ്യുന്ന പോകുന്നതായിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റിലേക്ക് ഒരല്പം ഡിഫോർമേഷൻ സംഭവിച്ചു. അതിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് സെൻറ്റർ ഇവിടെയും നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഇവിടെയും ആയിപ്പോയി. സോ ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ്, ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ്. മനസ്സിലായോ? ഇത് അല്പം ഇടത്തോട്ടൊന്ന് വലിഞ്ഞു പോയി, ഡിഫോർമേഷൻ സംഭവിച്ചു. അത് ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ഇങ്ങനൊരു ഡിഫോർമേഷൻ സംഭവിച്ചത്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണോ എന്ന് ചോദിച്ചാൽ ന്യൂട്രൽ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈക്വലും ഓപ്പോസിറ്റുമായ രണ്ട് ചാർജുകളുടെ ഒരു സിസ്റ്റമായിട്ട് ഇത് മാറി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞ കാര്യം ഓർക്കുക. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഈ സാധനത്തെ നമ്മൾ വിളിക്കുക ഡൈപോൾ എന്നാണ്. എന്ത് തരം ഡൈപോൾ? ആറ്റം
ആറ്റോമിക് ഡൈപോൾ. കാരണം ഇവിടെ ഡിഫോർമേഷൻ സംഭവിച്ചത് ഒരു ആറ്റത്തിനാണ്. അപ്പോൾ ഇലക്ട്രിക്കലി ന്യൂട്രലായിരുന്ന ഒരു ആറ്റം ഒരു ആറ്റമിക് ഡൈപോളായി മാറി. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ നമുക്കൊരു ആറ്റത്തെ എന്താക്കി മാറ്റാൻ പറ്റും? ആറ്റമിക് ഡൈപോളാക്കി മാറ്റാൻ പറ്റും. ഈ ഫീൽഡ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഈ സാധനം പഴയതുപോലെ, അല്ലെങ്കിൽ ഈ ഡൈപോൾ പഴയതുപോലെ ആറ്റമായി മാറും. അങ്ങനെ എല്ലാ വസ്തുക്കളും ആറ്റമാകണമെന്നില്ല. ചില വസ്തുക്കൾ ഡൈപോളായിട്ട് തന്നെ നിലകൊള്ളും, ചിലത് പഴയതുപോലെ ന്യൂട്രലായിട്ടുള്ള ആറ്റങ്ങളായിട്ട് മാറും. അപ്പോൾ ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡൈപോളുകൾ ഉണ്ടാകുന്നത്. ഇത് ആറ്റത്തിന് മാത്രമൊന്നുമില്ല, മോളിക്യൂളുകൾക്കും സംഭവിക്കാം. ചില മോളിക്യൂളുകളെ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിങ്ങനെ ഡിഫോർമേഷൻ സംഭവിച്ച് ഡൈപോളായി മാറാം. ആ കേസിൽ അതിനെ നമ്മൾ മോളിക്കുലാർ ഡൈപോൾസ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഡൈപോൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഡൈപോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും റിയൽ ഡൈപോൾ എന്താണെന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നുള്ള വിശദാംശത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? എന്താണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ? An electric dipole is a pair of equal and opposite point charges separated by a small distance. അപ്പോൾ തുല്യവും വിപരീതവുമായ രണ്ട് പോയിൻ്റ് ചാർജുകൾ അല്പം അകലെയായിട്ട് വച്ചിരിക്കുന്ന ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. നോക്കാം, തുല്യവും വിപരീതവുമായ രണ്ട് ചാർജുകൾ. ദിസ് ഈസ് മൈനസ് ക്യൂ, ദിസ് ഈസ് പ്ലസ് ക്യൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഈ ഡൈപോളിൻ്റെ രണ്ട് ചാർജുകളും തമ്മിലുള്ള ദൂരത്തെ സൂചിപ്പിക്കാൻ ഞാനിവിടെ ഒരു ദൂരം സൂചിപ്പിക്കാൻ ഒരു വെക്ടർ വരച്ചിട്ടുണ്ട്. ഈ വെക്ടറിൻ്റെ സെൻറ്ററാണ് ഈ കാണുന്നത് O. ഓക്കെ, ഫിഗർ അല്പം വലുതാക്കി വരയ്ക്കണം, അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ടാകും. ശരി, ഞാൻ ഇത്തിരി ഒന്ന് വലുതാക്കി വരയ്ക്കാം. റിയലി ഡൈപോൾ വളരെ അടുത്താണെന്ന് അറിയാമല്ലോ. സ്മോൾ ഡിസ്റ്റൻസ് എന്ന് ഡെഫിനിഷനിൽ തന്നെയുണ്ട്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഞാൻ വലുതാക്കി വരയ്ക്കുകയാണ് കേട്ടോ. രണ്ട് ചാർജുകളും തമ്മിലുള്ള ദൂരം, അതിൻ്റെ ആ ദൂരത്തിൻ്റെ സെൻറ്ററാണ് O. അപ്പോൾ Oയിൽ നിന്നും തുല്യ അകലെയായിട്ട് ഒരു പോസിറ്റീവ് ചാർജും അത്രയും തന്നെ അളവിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാകുന്ന ഈ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇനി ഈ ദൂരം എത്രയാണെന്ന് പറയാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നൊരു ട്രിക്കാണ്. O മുതൽ പോസിറ്റീവ് ചാർജ് വരെ എയും O മുതൽ നെഗറ്റീവ് ചാർജ് വരെ എയുമാണ്. തുല്യ ദൂരത്തിലാണല്ലോ, അപ്പോൾ രണ്ടും എ ആണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ ഡൈപോളിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 2a എന്ന് കിട്ടും. ഞാനത് എന്തിനാണ് അങ്ങനെ 2a എന്ന് എടുക്കുന്നത്? മൊത്തത്തിൽ a എന്ന് എടുത്താൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. പിന്നീട് അങ്ങോട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചില ഡെറിവേഷൻസൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ചില ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺവെൻഷൻ എടുത്തത്. നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കേസിൽ ഡൈപോളിൻ്റെ ലെങ്ത്ത്, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം 2a ആണ്. സെൻറ്റർ O ആണ്. സെൻറ്റർ മുതൽ രണ്ട് ചാർജിലേക്കുമുള്ള ദൂരം a വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്, ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ. ഡൈപോളിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ക്യൂവിൽ നിന്നും പോസിറ്റീവ് ക്യൂവിലേക്ക്. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കുള്ള ഡയറക്ഷനെയാണ് നമ്മൾ ഡൈപോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ദ ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ ഈസ് 0. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ കാണുന്ന ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 0 ആണ്. പക്ഷേ ശ്രദ്ധിക്കണം, ടോട്ടൽ ചാർജ് 0 ആവുള്ളൂ. വാട്ട് ഈസ് ദി ചാർജ് ഓഫ് ദ ഡൈപോൾ? ഈ ഡൈപോളിൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ Q എന്ന് എഴുതണം. അത് Q എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒരെണ്ണം പ്ലസ് Q ആയിരിക്കും, ഒരെണ്ണം മൈനസ് Q ആയിരിക്കും എന്നുള്ളത് ഡൈപോൾ എന്ന വാക്കിൽ തന്നെ ഉള്ളതുകൊണ്ട് ഈ ഡൈപോളിൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ Qവും അതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ 0യുമാണ്. 0 ആകാൻ കാരണം ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്. അപ്പോൾ അത് ക്യാൻസലായി പോകും. അപ്പോൾ ഈ പോയിൻ്റ് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പല ചോദ്യങ്ങളിലും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ വരും. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. എന്നാൽ ഡൈപോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അതിലേതെങ്കിലും ഒരു ചാർജ് പൊളാരിറ്റി എഴുതാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ. ഡൈപോളിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഞാൻ ഈ ഡൈപോളിൻ്റെ ഫിഗർ ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണെ, അടുത്ത കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമുള്ളതുകൊണ്ട്. ഓക്കെ, ഡൈപോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഡൈപോളിനെ പറ്റി സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ്
ചാർജ് ഓഫ് ദി ഡൈപോൾ ആൻഡ് ലെങ്ത് ഓഫ് ദി ഡൈപോൾ. ഒരു ഡൈപോളിൻ്റെ ചാർജ് ഇൻറ്റു അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. ഫിഗർ അല്പം ഒന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷൻ എഴുതാണ്, ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു, വെക്ടർ പി ആണ് ഇലക്ട്രിക് ഡൈപോളിനെ സൂചിപ്പിക്കുന്നത്. പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ചാർജ് ഓഫ് ദി ഡൈപോൾ ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഡൈപോൾ. ലെങ്ത് 2a ആണ്, ചാർജ് q ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡൈപോളിൻ്റെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി ആ ഡൈപോളിൻ്റെ യൂണിറ്റ് ഞാൻ എഴുതിയാൽ, യൂണിറ്റ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ, ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഇത് നീളമാണല്ലോ. 2a എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ നീളമാണ്. നീളത്തിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, മീറ്ററാണ്. അപ്പോൾ കൂളം മീറ്റർ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂളം മീറ്ററാണ്. ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a ആണ്. ക്ലിയർ? രണ്ട് പോയിന്റുകൾ പറയുകയാണ്. ഇലക്ട്രിക് ഡൈപോൾ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇതാ നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കിട്ടും, ഡയറക്ഷൻ എങ്ങനെ കിട്ടും, ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡൈപോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജാണ്. സോ ഡൈപോൾ മൊമെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി വിത്ത് ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ക്യൂ ടു പോസിറ്റീവ് ക്യൂ. അപ്പോൾ അതെപ്പോഴും ഓർത്തുകൊള്ളുക. എപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എഴുതിയാലും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. അടുത്തത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് കൂളം മീറ്റർ. അതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ക്ലിയർ? അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. നമ്മുടെ ഈ ഡൈപോളിൻ്റെ ഫിഗറിൽ ഞാൻ ഡൈപോളിൻ്റെ മൊമെൻറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതൊരു വെക്ടറാണ്, യൂണിറ്റ് വെക്ടർ പി ക്യാപ്പ്. പി ക്യാപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. നമുക്കറിയാം യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ മാത്രം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിഷയമല്ല. യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ ഡയറക്ഷൻ മാത്രം മതി. ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ക്യൂ ടു പോസിറ്റീവ് ക്യൂ. അതുകൊണ്ടാണ് പി ക്യാപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഡൈപോളുകൾ പലപ്പോഴും വരയ്ക്കും, അപ്പോഴെല്ലാം പി ക്യാപ്പുകൾ മാർക്ക് ചെയ്യും. ഓർക്കുക, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് വെക്ടർ ആണെന്ന് ഓർക്കുക. റൈറ്റ്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഭാഗമാണ്. വാട്ട് ആർ നോൺ പോളാർ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് വരിക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് വിത്ത് എക്സാമ്പിൾ. രണ്ടും എക്സാമ്പിളോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ആർ പോളാർ മോളിക്യൂൾസ്, ഗീവ് സം എക്സാമ്പിൾസ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക. മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ലൈ അറ്റ് സെയിം പ്ലേസ് ആർ കോൾഡ് നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും ഒരേ സ്ഥലത്തിരിക്കുന്ന മോളിക്യൂളുകളെ അവരെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂളുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്ലസ് മൈനസ് ഇട്ടുകൊണ്ടൊരു ന്യൂക്ലിയസ് വരച്ച് അതിന് ചുറ്റും നമുക്ക് വേണമെങ്കിൽ ഷെല്ലുകൾ വരയ്ക്കാം. അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഷെല്ലുകൾ റെപ്രസെൻ്റ് ചെയ്തില്ലെങ്കിലും ഏറെക്കുറെ ഇങ്ങനെയാണ് നമ്മൾ നോൺ പോളാർ മോളിക്യൂളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സെൻറ്ററുകൾ ഒരേ പോയിൻറ്റിലാണ്. ഓക്കെ. അടുത്ത പോയിൻ്റ്, ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾ ഈസ് 0. ഇത്തരം നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻ്റായ വെക്റ്റർ പി എന്ന് പറയുന്നത് 0 ആണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഓർക്കാനൊന്നുമില്ല. എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലെങ്കിൽ ഈ പറയുന്ന മോളിക്യൂളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ സെൻറ്റർ ഒരേ സ്ഥലത്തായിരിക്കും. ഒരേ സ്ഥലത്താണെങ്കിൽ അത് ഡൈപോൾ ആയിട്ടില്ലല്ലോ. ഡൈപോൾ ആകാത്ത കേസിൽ അവിടെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അത്രയേ ഉള്ളൂ, അങ്ങനെ ഓർത്താൽ മതി. അടുത്ത പോയിൻ്റ്, ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വന്നു എന്നിരിക്കട്ടെ, ഇവർ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ആ കേസിൽ നോൺ പോളാർ മോളിക്യൂൾസ് ഡെവലപ്പ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഈ കേസിൽ ഇവർ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരേ പോയിൻറ്റിലാണെങ്കിൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഇങ്ങനെയായി. അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് ഇവിടെയാണ്. സോ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇത് ഏതാണോ മോളിക്യൂൾ, ആ മോളിക്യൂളിൻ്റെ
നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടും പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടും അല്പം ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതൊരു ഡൈപോളായിട്ട് മാറി. ഇപ്പോൾ ഇതൊരു ഡൈപോളാണ്. മനസ്സിലാവുന്നു? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോഴാണ് ഇവനൊരു ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്തത്. ഈ കേസിൽ ഡൈപോൾ മൊമെൻറ്റ് 0 അല്ല, നോൺ സീറോ ആണ്. അത് മാത്രമല്ല, ഞാനിവിടെ ഡൈപോൾ മൊമെൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ പി ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു നോൺ പോളാർ മോളിക്യൂൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചപ്പോഴുള്ള ഫിഗർ ഇങ്ങനെയും കൂടെ വരയ്ക്കാം. ശ്രദ്ധിച്ചോളാം. ഇങ്ങനൊരു മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനൊരു ആരോ ഇട്ടാലും മതി. കാരണം അത് സൂചിപ്പിക്കുന്നത് ഈ മോളിക്യൂൾ ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്തുവെന്നും ഇങ്ങനെ ആരോ കൊടുക്കുന്നത് പി ക്യാപ്പ് ആണെന്നും, പി ക്യാപ്പ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും ആണെന്നുമാണ് സൂചിപ്പിക്കും. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ നോക്കുക. നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിളാണ് CO2, കാർബൺ ഡയോക്സൈഡ്, CH4, മീഥേൻ. ഇത് രണ്ടും നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ വരും. ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വാട്ട് ആർ പോളാർ മോളിക്യൂൾസ്. വാട്ട് ആർ പോളാർ മോളിക്യൂൾസ് നോക്കാം. മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ലൈ അറ്റ് ഡിഫറൻറ്റ് പ്ലേസ്. ഇത്തവണ ഇൻബോൺ ആയിട്ട് തന്നെ അവരുടെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും ഡിഫറൻറ്റ് പ്ലേസിലാണെങ്കിൽ അത്തരം മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണത് പോളാർ മോളിക്യൂൾസ്. ഞാനിടയ്ക്ക് ഇൻബോൺ എന്നൊരു വാക്ക് പറഞ്ഞ് അത് പരീക്ഷയ്ക്ക് പേപ്പറിലൊന്നും എഴുതണ്ട കേട്ടോ. ഇൻബോൺ എന്ന് ഞാൻ പറഞ്ഞത് അവർ സ്വമേധയാൽ തന്നെ അവരുടെ പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് പോസിറ്റീവും സെൻറ്റർ ഓഫ് നെഗറ്റീവും ഡിഫറൻറ്റ് പ്ലേസിലാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇൻബോൺ എന്നൊക്കെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഇൻബോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൽ അതിന് അർത്ഥം ക്ലിയർ ആകാതെ വരും. അതുകൊണ്ട് ഇൻബോൺ എന്ന വാക്കൊന്നും ഉപയോഗിക്കേണ്ട. നോർമലി നാച്ചുറലി തന്നെ, അതാണ് കറക്റ്റ്, നാച്ചുറലി തന്നെ ഈ മോളിക്യൂൾസിൻ്റെ സെൻറ്റർ ഓഫ് പോസിറ്റീവും സെൻറ്റർ ഓഫ് നെഗറ്റീവും ഡിഫറൻറ്റ് പ്ലേസിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാച്ചുറലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നെഗറ്റീവ് പോസിറ്റീവ്. നമ്മളൊന്നും ചെയ്യേണ്ട, എക്സ്റ്റേണൽ ഫീൽഡൊന്നും കൊടുക്കേണ്ട, ഇത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നോർമലി ഇവർക്ക് എന്തുണ്ട്? ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. അതാണ് വ്യത്യാസം. നോക്കാം. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിലും ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ് ഈസ് 0. നമ്മുടെ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നോൺ സീറോ. ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് വായിക്കൂ. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾ ഈസ് നോൺ സീറോ. നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇത് തിരുത്തി എഴുതണം കേട്ടോ, നോൺ സീറോ. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിലും നമ്മുടെ പോളാർ മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നോൺ സീറോ ആണ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഒരു ഡൈപോൾ മൊമെൻറ്റിലാണ് ഇരിക്കുന്നത്. ഇനി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു ഇരിക്കട്ടെ, ദ നോൺ പോളാർ മോളിക്യൂൾസ് ഡെവലപ്പ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? റൈറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കാം. CO2, ഇറ്റ്സ് നോട്ട് CO2. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് H2O ആണ്. H2O, വാട്ടർ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ്. അതായത് ഓൾറെഡി നാച്ചുറലി തന്നെ ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസിലൊന്നാണ് H2O, വാട്ടർ. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വാട്ടർ കണ്ടൻറ്റുള്ള സാധനങ്ങൾ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ കഴിയുന്നത്. വാട്ടറിൻ്റെ ഈ പോളാർ നേച്ചറാണ് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ കുക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. റൈറ്റ്. അപ്പോൾ എന്താണ് പോളാർ, എന്താണ് നോൺ പോളാർ, ഇതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവോ കൺസെപ്ച്വൽ എററോ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഏറെക്കുറെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.